ഞാൻ സത്യം ചെയ്തായിരുന്നു അമ്മയുടെ മുമ്പിൽ ഇനി വിളക്കെടുക്കില്ല എന്ന് സത്യം ചെയ്തു പോയ വ്യക്തിയാണ്. കൊറ്റംകുളങ്ങര വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ നമ്മളെ മാറ്റി നിർത്താറില്ല എന്നാണ്. ചേർത്ത് പിടിച്ചിട്ടില്ലോ അന്നും ഇന്നും. അത് ആ ഒരു ഓർമ്മയിലായിരിക്കണം. പലരും ട്രാൻസ്ജെൻഡർ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയും. ഞങ്ങള് മലപ്പുറം തിരൂര്. മലപ്പുറത്ത് നിന്ന് ഇവിടെ കൊറ്റംകുളങ്ങര വരാനുള്ള കാര്യം നോക്കുക. നമ്മുടെ പല പല കാര്യങ്ങൾ, ഉദ്ദിഷ്ട കാര്യങ്ങൾ ദേവി സാധിച്ചു തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിന് പുറത്ത് നമ്മൾ എല്ലാ വർഷവും വരാം. എത്ര വർഷമായി വരാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഏകദേശം ഒരു 16 വർഷത്തോളം. 16 വർഷമായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് മാത്രമുണ്ട് നമുക്ക് വരാൻ പറ്റാത്തൊരു മരണം നടന്നപ്പോ അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരു. ഈ 16 വർഷമായിട്ട് നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകാറുണ്ട്. വിശ്വാസം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്താ യഥാർത്ഥ പേരെന്തുവാ? യഥാർത്ഥ പേരോ? പേരെന്തുവാ? യഥാർത്ഥ പേരോ? പേരെന്തുവാ? എന്റെ പേര് മൃദുല. ഓക്കെ ഓക്കെ. ചിരിക്കുന്നത് യഥാർത്ഥ പേര് അല്ല, ചിരിച്ചു എന്താന്ന് എനിക്കൊന്നും അറിയണം. എന്താ പേരെന്താന്ന് പറഞ്ഞേ? അമ്മു. എന്താ വർക്ക് ചെയ്യുന്നത്? കേരള സർക്കാരിന്റെ കീഴിലെ സാമൂഹ്യ ഓഫീസിലെ ജസ്റ്റിസ് ബോർഡ് അംഗമാണ്. ശരി. അവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ മേക്കപ്പാണ്. നിങ്ങൾ രണ്ടുപേരും മലപ്പുറത്തുകാരാണോ? എന്ന് വന്ന്? ഞങ്ങള് പഴയ പേരൊന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചാണ്. അതാ ഞാൻ ചോദിച്ചത്. വേറെ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാ ഞാൻ പേര് ചോദിച്ചത്. അതുകൊണ്ടാ ഞാൻ ചോദിച്ച പേര് ഇല്ല. അത് മാറി. മറക്കാൻ ശ്രമിക്കുന്ന ജീവിതാനുഭവങ്ങൾ വല്ലതും ഉണ്ടോ പറയാൻ വേണ്ടി? എനിക്ക് തോന്നുന്നു എന്താ പറയാ, നമ്മളിപ്പോ ഒരുപാട് പേര് സമൂഹത്തിൽ നിന്ന് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ് പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ കൊറ്റംകുളങ്ങര വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ നമ്മളെ മാറ്റി നിർത്താറില്ല എന്നാണ്. ചേർത്ത് പിടിച്ചിട്ടില്ലോ അന്നും ഇന്നും. അത് ആ ഒരു ഓർമ്മയിലായിരിക്കണം. പലരും ട്രാൻസ്ജെൻഡർ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയും. പല ട്രാൻസ് പേഴ്സൺസിനും അതൊരു നൊസ്റ്റാൾജിയ കൂടിയാണ്. അന്ന് അത്രയും കാലങ്ങൾക്ക് മുന്നേ ഒരു എന്താ പറയാ, നമ്മളെ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബർത്തിലല്ലാതെ നമ്മളൊരു ജെൻഡർ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു കണ്ടീഷനാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ അവരുടെ മനസ്സിലുള്ള സ്വന്തം സ്വത്വം വെളിപ്പെടുത്തിയിരുന്ന ഒരു അമ്പലമാണ്. ദേവിയാണ് അതിന് തുണ തന്നിരുന്നത്. ഇപ്പൊ പുരുഷാംഗന എന്നൊക്കെ പറയെങ്കിലും അങ്ങനെയുള്ള ട്രാൻസ് പേഴ്സൺസിനൊക്കെ അവരുടെ ഐഡന്റിറ്റി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ സർക്കാർ ട്രാൻസ്ജെൻഡർ ബില്ല് വന്നു, പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് ഐഡന്റിറ്റി തെളിയിച്ചു വന്നു. എന്നിരുന്നാലും ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് ഓർമ്മകൾ, അമ്മയുടെ അനുഗ്രഹം തന്നെയായിരുന്നു അത് കിട്ടിയിട്ടുള്ളത്. മേ ബി അതായിരിക്കണം, ആരും ഇത് പറയാറില്ല. അതുകൊണ്ടാണ് ട്രാൻസ് എവിടെ ലോകത്തിന്റെ ഏത് കോണിലായാലും ഈ ദിവസങ്ങൾ ഇവിടെ വരുന്നത് ആ അമ്മ തന്നൊരു അനുഗ്രഹം, ഒരു ഓർമ്മപ്പെടുത്തലും ഓർമ്മ പുതുക്കലും കൂടെയാണ്. ഞാൻ 7 തവണ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണയും വന്നില്ല, അതിന് മുന്നത്തെ തവണയും വന്നിട്ടില്ല. നമ്മള് ട്രാൻസ് ആയതിനു ശേഷം അല്ലെങ്കിൽ ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം ആരും വിളക്കെടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സത്യം ചെയ്തായിരുന്നു അമ്മയുടെ മുമ്പിൽ ഇനി വിളക്കെടുക്കില്ല എന്ന് സത്യം ചെയ്തു പോയ വ്യക്തിയാണ്. ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ. ഇല്ല, ഞാൻ അത് പുരുഷന്മാരെടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ, അതായത് നമ്മളൊരു ട്രാൻസ്ജെൻഡർ ഇവിടെ വിളക്കെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ, ആചാരം ലംഘനം അങ്ങനെ നമുക്ക് തോന്നിയിട്ട് പലരും എടുക്കാറില്ല. സർജറിക്ക് ശേഷം ആരും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്റെ ഫ്രണ്ടിന്റെ മദർ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കായിരുന്നു. അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എല്ലാരും പോയി കണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫ്രണ്ടിന്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സത്യം വിളക്കെടുക്കുന്ന് പറഞ്ഞു. ആ അമ്മ തിരിച്ചു. അത് ഞാൻ വിചാരിക്കുന്നു അത് കൊറ്റത്തമ്മയുടെ അനുഗ്രഹം മൂലമാണെന്ന്. അതുകൊണ്ട് മാത്രം വിളക്കെടുത്തു. അമ്മ എന്നെ ഒരിക്കലും ഞാൻ വിളക്കെടുക്കണം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം, അമ്മയ്ക്ക് എന്നെ കാണണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ എന്റെ സത്യം ലംഘിച്ച് ഞാൻ അമ്മയെ പിടിച്ച് സത്യം ചെയ്തപ്പോ അത് സാധിപ്പിച്ചു തന്നത്. അതുകൊണ്ട് വിളക്കെടുത്തു. ആക്ച്വലി
പുരുഷാംഗന എന്ന് പറയുമ്പോൾ ട്രാൻസ്പേഴ്സൺസ് എടുക്കരുത് എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരാഗ്രഹം സാധിച്ചു തന്നപ്പോ വിളക്കെടുക്കണം എന്ന് തോന്നി. ഇന്നലെ എടുത്തിരുന്നു. ഇനി അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് വന്നാണ് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. നാളെ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് ചോദിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരാൾ പോലും നല്ല പറയുന്നില്ല. ഇതിന് മാത്രം ഇപ്പൊ സിസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. അവരിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരെയും നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ആരെയും മോശമായിട്ട് പറയില്ല. ഒരാള് ഇപ്പൊ ഇവിടെ തന്നെ ഒരു റീസെന്റ് ഒരു സംഭവം നടന്നു ഇല്ലേ, കേരളം നടുങ്ങിയൊരു സംഭവം നടന്നു എന്ന് വിചാരിച്ചാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണോ? അല്ല. പക്ഷെ ട്രാൻസിൽ ചില വ്യക്തികളോ ആരെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് മൊത്തം കമ്മ്യൂണിറ്റിയെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമുള്ളൂ, മൈനോറിറ്റിയാണ്. അതായത് 2.25 കോടി കേരള ജനസംഖ്യയില് വെറും 1000-ഓ 2000-ഓ വരുന്നത്, അത് 0.002% മാത്രമുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ്. അവരങ്ങനെ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലൊക്കെ താറടിച്ച് കാണിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വീഡിയോ ഇടുമ്പോൾ കൂടി മോശമായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും വരിക. കുഴപ്പമില്ല, അത് അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ. നമുക്ക് എന്തായാലും അത് നമ്മൾ അനുഭവിച്ച വേദന എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്താണ് വേദന അനുഭവിക്കുന്നത് നിങ്ങൾക്കേ പറയാൻ അറിയുള്ളൂ. നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അതെന്താണ് അനുഭവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പഴഞ്ചൊല്ലില്ലേ, പട്ടികൾ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, ഒട്ടകക്കൂട്ടങ്ങൾ പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ പൊക്കോണ്ടിരിക്കും. അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ വിചാരിക്കുന്ന നമുക്കും നാളെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ വന്നു കഴിഞ്ഞാല് അവർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ ഒരാൾ അനുഭവിക്കുന്ന വേദന എന്താന്ന്. പലരും കളിയാക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോഴും ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് പോലെ അതാണ്, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. നമ്മളായിട്ട് വരുത്തി വെച്ചതോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ജനിതകപരമായിട്ടോ ഒക്കെ ഉണ്ടാവും, ക്രോമസോം വൈസ് പല പല കണ്ടീഷനാണ്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം കണ്ടീഷനിൽ ഐഡന്റിറ്റി തുറന്നു പറയാം, പല പല കണ്ടീഷനിലാണ് ഐഡന്റിറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരെ ആരും മോശമായിട്ട് പറയാതിരിക്കുക. അത് കാണുന്നവരൊക്കെ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ, വീട്ടുകാരെയും അവരെയൊക്കെ വിളിച്ചിട്ടും പല ഡബിൾ മീനിങ്ങും അതൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കുമ്പോ പലർക്കും വിഷമം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാം. നമ്മള് ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, പക്ഷെ ഒരാളെ കൊണ്ട് ചീത്ത പറയിക്കാൻ ഈസിയാണ്. പക്ഷെ ചീത്ത പറയുമ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അതിന് അവരർഹരാണോ? എന്തുകൊണ്ടാണ് ചീത്ത പറയുന്നത്? ചുമ്മാ വന്നിരുന്ന് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, പ്രത്യേകിച്ചും ട്രാൻസ്ജെൻഡേഴ്സിന്റെ എല്ലാ വീഡിയോയുടെ താഴെ വളരെ മോശം രീതിയിലാണ്, എന്ത് തെറ്റാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഭാവിയിൽ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? മുന്നോട്ടുള്ള യാത്ര ആക്ച്വലി ഒന്നും പറയാനില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളില്ലേ? പ്രതീക്ഷയൊന്നുമില്ല, പോകുന്നോട്ടോളം പോട്ടെ എന്ന് മാത്രമേ. വീട്ടുകാരൊക്കെ എങ്ങനെ? നോ കമന്റ്. പോട്ടെ. താങ്ക് യു.